നമുക്ക് ഈ മനോഹരമായ ഭൂമി സമ്മാനിച്ചു. എന്നിട്ട് നാം എന്താ ഈ ഭൂമിയോട് കാട്ടുന്നത്? സത്യത്തിൽ ഈ ഭൂമിയുടെ അവകാശം നമ്മൾ മനുഷ്യരെ പോലെ തന്നെ ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങൾക്കുമുണ്ട്. കാരണം ദൈവം മനുഷ്യർക്ക് വേണ്ടിയാണെങ്കിൽ കൂടിയും ഈ ഭൂമിയിൽ ആദ്യം സൃഷ്ടിച്ചത് അവരെയാണ്. എന്നാൽ നാം മനുഷ്യർ ചെയ്യുന്നതോ തൻ്റെ സ്വാർത്ഥമായ താൽപ്പര്യങ്ങൾക്കായി ഭൂമിയെ നശിപ്പിക്കുന്നു. മാത്രമല്ല സഹജീവികളെ കൊല്ലുകയും അവരുടേതായ വസ്തുക്കൾ കൈക്കലാക്കുകയും ചെയ്യുന്നു. ജോബി, എന്താ ജോളി? ഞാൻ അച്ഛൻ പറഞ്ഞത് ഓർക്കുകയായിരുന്നു. ഞാനും. അച്ഛൻ പറഞ്ഞത് എത്ര ശരിയാ. അതെ അതെ, അറിഞ്ഞോ അറിയാതെ ആണെങ്കിൽ പോലും എത്ര ജീവികളെ കൊന്നിരിക്കുന്നു. അതാലോചിക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെയല്ലേ നമ്മൾ നശിപ്പിച്ചത്? അത് ശരിയാ ജോബി. ഇനി നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കൂട്ടുകാരെ, നിങ്ങളുടെ ഈ മനസ്സാണ് ഏറ്റവും വലിയ പുണ്യം. മറ്റുള്ളവരോട് എന്നും അനുകമ്പയുള്ള ഈ മനസ്സ് നിങ്ങളെ ഉന്നതിയിലെത്തിക്കും. ഇനി എനിക്ക് ഒരുപാട് നന്മകൾ ചെയ്യണം, ഒരുപാട് പേരെ സഹായിക്കണം. എനിക്കും. ഇന്നീ തടാകം കാണാൻ നല്ല രസമുണ്ട് അല്ലേ? അതു ശരിയാ. ഇന്നിത് കൂടുതൽ മനോഹരമായി തോന്നുന്നു. ജോളി, ഈ തടാകത്തിന്റെ ഭംഗി ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ നിന്നാൽ മതിയോ? സമയം വൈകിയാൽ പപ്പ തിരക്കും. വേഗം പോകാം. അയ്യോ, ശരിയാണല്ലോ. ജോബി, അത് നോക്കിയേ, അവിടെ എന്തോ അനങ്ങുന്നു. ശരിയാ, അവിടെ എന്തോ അനങ്ങുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം. അത് വേണോ ജോബി? വല്ല പാമ്പോ മറ്റോ ആണെങ്കിലോ? നീ എന്തിനാ ഇങ്ങനെ വെറുതെ പേടിക്കുന്നത്? നമ്മുടെ കൂടെ നമ്മുടെ കുഞ്ഞു മാലാഖമാരില്ലേ? ജോളി, നീ ധൈര്യമായിട്ട് വാ. നമുക്ക് പോയി നോക്കാം. അയ്യോ, ഇതൊരു ഗോൾഡ് ഫിഷ് ആണല്ലോ. പാവം, ശ്വാസം കിട്ടാതെ പിടയ്ക്കുകയാണ്. ഇതിങ്ങനെ കിടന്നാൽ ചത്തുപോകും. വേഗം നമുക്ക് ഇതിനെ തടാകത്തിലെ വെള്ളത്തിൽ വിടാം. ശരിയാ. ദേ, അത് വീണ്ടും വന്നു. ഇതെന്തു മറിമായം? എനിക്ക് തോന്നുന്നത് ഇതിന് തടാകത്തിലെ വെള്ളത്തിൽ കിടക്കാൻ താല്പര്യമില്ല എന്നാണ്. അത് ശരിയാണെന്നാ എനിക്കും തോന്നുന്നത്. അതല്ലേ വീണ്ടും കരയിലേക്ക് വന്നത്. ഇനി എന്തു ചെയ്യും? ഇങ്ങനെ കരയിൽ കിടന്നാൽ ഇത് ചത്തുപോവും, തീർച്ച. നമുക്ക് ഇതിനെ വീട്ടിൽ കൊണ്ടുപോയാലോ ജോബി? അത് ശരിയാ, പക്ഷെ എങ്ങനെ കൊണ്ടുപോകും? അതിനു വഴിയുണ്ട്.
ജോബി, ഇത് അനങ്ങുന്നില്ലല്ലോ. ശരിയാ, ഇനി ചത്തുപോയി കാണുമോ? ജീവനുണ്ട്, പിന്നെന്താ ഇങ്ങനെ? ഒരുപക്ഷെ ഇത് വിശന്ന് തളർന്നു കിടക്കുകയാണെങ്കിലോ? നമുക്കിതിന് കഴിക്കാൻ വല്ലതും കൊടുക്കാം. അതു ശരിയാ ജോളി. നീ അടുക്കളയിൽ പോയി അല്പം ചോറെടുത്തിട്ട് വരൂ. അയ്യോ, ഇതിനെന്തു പറ്റി? ഒന്നും കഴിക്കുന്നില്ലേ? ചിലപ്പോൾ ഇതിന് ചോറ് ഇഷ്ടമായി കാണില്ലേ? ഏയ്, അതൊന്നുമല്ല. മീനുകൾ എല്ലാത്തരം ആഹാരങ്ങളും കഴിക്കും. പിന്നെന്താ ഇങ്ങനെ? ചിലപ്പോൾ അത് പട്ടിണി കിടക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാകും. പട്ടിണി കിടക്കാനോ? എന്തിന്? അതെ, വിഷമം വരുമ്പോൾ നമ്മൾ പട്ടിണി കിടന്ന് പ്രതിഷേധിക്കാറില്ലേ? അതുപോലെ. ആ, അത് തന്നെ. നോക്കൂ, ഒരു മീൻ പട്ടിണി കിടന്നപ്പോൾ എന്തുമാത്രം വിഷമിക്കുന്നു. അപ്പോൾ നമ്മൾ പട്ടിണി കിടന്ന് പ്രതിഷേധിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് എന്തുമാത്രം സങ്കടം കാണും. കുഞ്ഞുമാലാക പറഞ്ഞത് വളരെ ശരിയാ. ഇനി ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതെ അതെ, ഈ ഗോൾഡ് ഫിഷിന് എന്തെങ്കിലും വിഷമം കാണുമോ? എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നേ. ജോബി, അതിന് എന്തോ വലിയ സങ്കടമുണ്ട്. ശരിയാ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ വിഷമം നമ്മൾ എങ്ങനെ ചോദിച്ചറിയും? നമുക്ക് സെറാഫിനോട് ചോദിക്കാം. സെറാഫിന് ഇക്കാര്യത്തിൽ നമ്മളെ സഹായിക്കാനാകും. അതു ശരിയാ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ. പ്രൈസ് ദി ലോർഡ് സെറാഫിൻ. എന്തു പറ്റി കൂട്ടുകാരെ? നോക്കൂ സെറാഫിൻ, ഈ ഗോൾഡ് ഫിഷിനെ ഞങ്ങൾക്ക് തടാകത്തിന്റെ കരയിൽ നിന്നും കിട്ടിയതാണ്. നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നി ഞങ്ങൾ ഇതിന് ആഹാരം നൽകി. പക്ഷെ ഇതൊന്നും കഴിക്കുന്നില്ല. പകരം തല ഭരണിയിൽ ഇടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ പട്ടിണി കിടന്നാൽ ഇത് ചത്തുപോകും. ഇതിന് എന്തോ വലിയ സങ്കടമുണ്ടെന്നാണ് തോന്നുന്നത്. സെറാഫിന് എല്ലാ ജീവജാലങ്ങളുടെയും ഭാഷ അറിയാവുന്നതല്ലേ? ഒന്ന് ചോദിച്ചു നോക്കാമോ? ഇതാണോ കാര്യം? പക്ഷേ സെറാഫിൻ, അതിന് ഞങ്ങൾക്ക് മീനുകളുടെ ഭാഷ അറിയില്ലല്ലോ. ഇത് നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കൂ. ജോളി, നീ തന്നെ ചോദിച്ചു നോക്കൂ. ജോബി, അതിനെനിക്ക് ഇതിന്റെ ഭാഷ അറിയണ്ടേ? സെറാഫിൻ പറഞ്ഞതല്ലേ, നീ സംസാരിച്ചു നോക്കൂ. ഗോൾഡ് ഫിഷ്, ഏയ് ഗോൾഡ് ഫിഷ്. നോക്കൂ ജോളി, അതു നീ വിളിച്ചതു കേട്ടു. നിങ്ങൾ എന്നെ വിളിച്ചോ കൂട്ടുകാരെ? ദേ, അത് സംസാരിക്കുന്നു. ഞാൻ എത്ര നേരമായി നിങ്ങളോട് സംസാരിക്കുന്നു, പക്ഷേ ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇപ്പോൾ എല്ലാം വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. ദൈവത്തിന് നന്ദി. എന്തു പറ്റി നിനക്ക്? എന്താ ഞങ്ങൾ തന്ന ആഹാരം കഴിക്കാത്തത്? നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ആരാ നിന്നെ തടാകത്തിന്റെ കരയിൽ കൊണ്ടുവന്നിട്ടത്? ഒന്നെന്താ ഞാൻ ആഹാരം കഴിക്കുന്നത്, രണ്ടെന്താ എന്റെ വിഷമം. ഇതിന് രണ്ടിനുമുള്ള ഉത്തരം പറയണമെങ്കിൽ ഞാൻ എങ്ങനെ തടാകത്തിന്റെ കരയിലെത്തി എന്ന് പറയണം. അതൊരു കഥയാ കൂട്ടുകാരെ. നിങ്ങൾ കണ്ടില്ലേ എത്ര മനോഹരമാണ് എന്റെ തടാകമെന്ന്? എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്, പിന്നെ എന്റെ ഭാര്യയും. പല നിറത്തിലും വലിപ്പത്തിലും എന്നെ പോലെ പല വർണ്ണമുള്ള പലതരം കുടുംബങ്ങൾ ആ തടാകത്തിലുണ്ട്.
കടലെന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ തടാകത്തിനേക്കാൾ ഒത്തിരി വലിപ്പവും അതേപോലെ വെള്ളവും നമ്മളെക്കാൾ ഇരട്ടി വലിപ്പമുള്ള മീനുകളും ഉള്ള സ്ഥലമാണ് കടൽ. നമുക്ക് കടലിൽ പോകാൻ സാധിക്കുമോ? ഈ തടാകത്തിൽ തന്നെ മനുഷ്യന്മാർ കാരണം നേരാവണ്ണം ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇന്നലെ എന്റെ തലയിൽ വീണത് 3 കുപ്പികളാ. ഇങ്ങനെ പോയാൽ ഈ തടാകത്തിൽ വെള്ളത്തിന് പകരം കുപ്പികളാവും. ഗോൾഡി, ഗോൾഡി. ദേ പുറത്താരോ വിളിക്കുന്നു. നീയോ? എന്തു പറ്റി? എന്തു പറ്റിയെന്നോ? ഇന്ന് കല്ലെടുക്ക് പോയി ആഹാരം കൊണ്ടുവരാമെന്ന് പറഞ്ഞത് മറന്നുപോയോ? അയ്യോ, മക്കളോട് സംസാരിച്ചിരുന്ന് ഞാൻ ആ കാര്യം മറന്നുപോയി. എടിയേ, ഞാൻ പുറത്തേക്ക് പോകുക. വൈകുന്നേരം ആഹാരം ഞാൻ കൊണ്ടുവരാം. ശരി, അതെ, അധികം വൈകാതെ വേഗം വരണേ. സാരിവാല, അവിടെ തന്നെ പോയി ആഹാരം തേടണോ? നമുക്ക് മറ്റെവിടെയെങ്കിലും നോക്കാം. നീ എന്ന് മിണ്ടാതെ വരുന്നുണ്ടോ? ആരും പോകാത്തടുത്ത് പോയി ആഹാരം തേടണം. എന്നാൽ ആർക്കും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടും. അതറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ആ ഭാഗത്ത് മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പികളാ. കഴിഞ്ഞ തവണ പോയപ്പോൾ കഷ്ടിച്ച അതിനിടയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അത് നീ, ഇത് ഞാൻ. മിണ്ടാതെ വാടാ, ഞാൻ കാണിച്ചു തരാം എങ്ങനെ ആഹാരം തേടണമെന്ന്. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാലേ അറിയൂ. കാണുമ്പോൾ തന്നെ പേടിയാകുന്നു. ഇത്രയും വലിയ കരയുണ്ടായിരുന്നിട്ടും മനുഷ്യൻ എന്തിനാ ഈ ചതി ഈ പാവം ഞങ്ങളോട് കാണിക്കുന്നത്? നീ പ്രസംഗിക്കാതെ വാടാ ചെറുക്ക. ഞാൻ ഇവിടെ നിൽക്കാം, നീ പോയിട്ട് വാ. എനിക്ക് വയ്യ അതിനിടയിൽ ചെന്ന് കേറാൻ. ഇങ്ങനെ ധൈര്യമില്ലാതെ പോയല്ലോടാ നിനക്ക്. ഞാൻ പോയി ആഹാരം കൊണ്ടുവന്ന ഒരു തരി ആഹാരം നിനക്ക് തരില്ല, നോക്കിക്കോ. ആ വിട് വിട്. ആ കുപ്പികൾക്കിടയിൽ പെടുന്നതിനേക്കാളും നല്ലത് പട്ടിണിയാ. ഇന്ന് ഞാൻ കലക്കും. അയ്യോ, എന്തുമാത്രം ആഹാരങ്ങളാ ഇതിൽ. ഇതിൽ നിന്നും ഒരു തരി പോലും ഞാൻ ഒരുത്തനും കൊടുക്കില്ല. സാരിവാല, ആ കുപ്പികൾക്കിടയിൽ കയറാതിരിക്കുന്നതാണ് ബുദ്ധി. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ആ പോയി പണി നോക്ക്. എന്തുമാത്രം ആഹാര സാധനങ്ങളെ ഈ കുപ്പിക്കകത്ത്. നല്ല രസം. അയ്യോ, എന്റെ തല. സാരിവാലിനെ രക്ഷിക്കാൻ കഴിയാതെ വിവരം അറിയിക്കാനേ ഞാൻ ഏറെ വൈകി. വീട്ടിലേക്ക് തിരിച്ചു. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾ താമസിച്ചത് കൊണ്ട് ഞങ്ങളെ തേടി ഗോൾഡിയും മക്കളും പോയ കാര്യം. അവരെ അന്വേഷിച്ച് ഞാനും കൂട്ടുകാരും ചെന്നപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച, ഹോ! കൊള്ളാം, ഇവിടേക്കുള്ള വരവ് മോശമായില്ല. ഇതിനെയൊക്കെ തിന്ന് ഞാൻ തടി വെക്കും. കൊള്ളാം. എന്തു ഭീകരനാണിവൻ! ഇവനെ നേരിടാൻ നമുക്കാകുമോ? വാ, നമുക്ക് ധൈര്യമായി അവന്റെ മുന്നിലേക്ക് പോകാം. ഇത് കൊള്ളാമല്ലോ. ആഹാരം എന്നെ തിരക്കി വരുന്നു. ഇന്ന് കൂശാലി തന്നെ. ഞങ്ങൾ നിനക്ക് ആഹാരമാകാൻ വന്നവരല്ലടാ. പിന്നെ എന്തിനാണാവോ? മര്യാദയ്ക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഉറ്റവരെയും വിട്ടുതരണം. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്. ഇപ്പൊ തന്നെ വിട്ടുതരാവേ. കൊള്ളാം,
കൊള്ളാം. എന്റെ മുന്നിൽ വന്നത് തെറ്റ്, എന്നോട് ആജ്ഞാപിച്ചത് തെറ്റ്. ഇനി ഒരൊറ്റ ഒരുത്തനും ഇവിടുന്ന് തിരികെ പോകില്ല. അങ്ങനെ ഞാൻ ആ ഭീകരന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഉറ്റവരില്ലാത്ത ആ തടാകത്തിൽ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ കരയിൽ വന്ന് കിടന്നത്. പക്ഷേ നിങ്ങൾ എന്നെ രക്ഷിച്ചു, വീണ്ടും ഇവിടെ കൊണ്ടുവന്നിട്ടു, ആഹാരം തന്നു. പക്ഷെ എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒരു ഭീകരൻ ആഹാരമാകുമ്പോൾ ഞാൻ എങ്ങനെ ഈ ആഹാരം കഴിക്കും? എങ്ങനെ സന്തോഷവാനായി ഇരിക്കും? നിങ്ങൾക്കെങ്കിലും എന്നെ സഹായിക്കാനാകുമോ? എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയുമോ? ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് ശരിയാ, ആ ഭീകരനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നിങ്ങൾ കുഴപ്പത്തിലായോ കുട്ടികളെ? കൊള്ളാം. കൂട്ടുകാരെ സൂക്ഷിക്കണം, അവൻ നിസ്സാരക്കാരനല്ല. നീ പേടിക്കണ്ട, നമ്മുടെ കൂടെ സെറാഫിനില്ലേ? സെറാഫിൻ, നമുക്കെങ്ങനെ അവരെ രക്ഷിക്കാനാകും? അതിനു വഴിയുണ്ട്. കുഞ്ഞുമാലാഖമാരെ, എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ഞങ്ങൾ എന്തിനും തയ്യാർ. നിങ്ങൾ അടുത്തു വരൂ, എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് ഞങ്ങൾ ഏറ്റു. സെറാഫിൻ, അവരെന്താ ചെയ്യാൻ പോകുന്നത്? ധൃതി വെക്കാതെ ജോബി, സാവകാശം നമുക്കെല്ലാം നേരിട്ട് കാണാം. ഇരുവരും കണ്ണുകൾ അടച്ച് എന്റെ കൈകളിൽ പിടിക്കൂ. കൊള്ളാം, കൊള്ളാം. ഇവിടത്തെ ആഹാരം തീരാറായി. ഇനി അടുത്തൊരു തടാകം കണ്ടെത്തണം. എന്തായാലും ഇവിടെ ബഹുകുശലായിരുന്നു. ഇവിടെ ഇനിയും മീനുകളോ? എന്തായാലും കൂളു തന്നെ. നല്ല ഭംഗിയുള്ള മുഴുത്ത മീനുകൾ. രണ്ടിനെ ഇന്ന് തന്നെ ശാപ്പിടണം. ഓ പിന്നെ, നീ തിന്നാൻ വരുമ്പോൾ ഞങ്ങൾ വെറുതെ അങ്ങ് നിന്നു തരാം. അതെ അതെ, തിന്നും പോലും ഒന്ന് പോടാ. ഇത്രയ്ക്ക് അഹങ്കാരമോ? രണ്ടിനെയും തിന്നിട്ട് തന്നെ കാര്യം. എന്നാലൊന്ന് കാണട്ടെ, ധൈര്യമുണ്ടെങ്കിൽ പിടിക്കേ. നിന്നെയൊക്കെ ഞാൻ അയ്യോ, എന്റെ മൂക്കേ, നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ലടാ. ഇനി ആ ഭീകരനെ എന്തു ചെയ്യും? വഴിയുണ്ട്.
അവര് രക്ഷപ്പെട്ടു കളഞ്ഞു. എന്നെങ്കിലും എന്റെ കൈ കിട്ടും. നല്ല ക്ഷീണം. ഇനി ആഹാരം കഴിച്ചിട്ടാകാം ബാക്കി. ഇവന്മാരെങ്ങനെ രക്ഷപ്പെട്ടു? ഓഹോ, ഈ മനുഷ്യന്മാരുടെ പണിയാണ്. എല്ലാത്തിനെയും ഒറ്റയടിക്ക് ശാപ്പിടണം. ശരി കൂട്ടുകാരെ, ഇനി ഞങ്ങൾ പോകട്ടെ. ഇവനെ എന്തു ചെയ്യും? ഈ ഭീകരനെ തിരിച്ച് തടാകത്തിൽ വിടാൻ കഴിയില്ല. ഇവനെ കരയിൽ സൂക്ഷിക്കാൻ പറ്റില്ല. അത് ഇവന്റെ ജീവന് ഭീഷണിയാണ്. ആ മീനുകളെ പോലെ ഇവനും ജീവിക്കാനും ആഹാരം കഴിക്കാനും അവകാശമുണ്ട്. നമ്മൾ ആ മീനുകളെ സഹായിച്ചു എന്ന് കരുതി ഇവൻ നമ്മുടെ ശത്രുവല്ല. അവരെ സഹായിച്ചതുപോലെ നാം ഇവനെയും സഹായിക്കണം. അതെവിടെ പോയി? കണ്ണുകൾ അടച്ചു നോക്കൂ. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. മനുഷ്യൻ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും നിന്റെ അയൽക്കാരനാണെന്ന സത്യം മനസ്സിലാക്കുക.